ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഇന്നിപ്പോൾ ഒരു ട്രാവൽ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയത്. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഇവനാണുള്ളത്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ തന്നെ അലൈമൻ പഞ്ചായത്തിലുള്ള കുടുക്കത്തുപാറ എന്ന സ്ഥലത്താണ് നമ്മൾ പോകാൻ പോകുന്നത്. അതൊരു വലിയൊരു പാറയാണ്, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പാറയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അത്ര വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊന്നും അല്ലെങ്കിലും അത്യാവശ്യം അവിടെ നിന്നാൽ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും. നമുക്ക് അധികം വൈകാതെ അങ്ങോട്ട് പോവാം. നമുക്ക് വഴിയിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ ഈ ഇൻട്രോ എടുക്കുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കടയ്ക്കൽ കാഞ്ഞിരത്തുംപാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏകദേശം ഇവിടെ നിന്നൊരു 13-14 കിലോമീറ്ററാണ് കാണിക്കുന്നത്. എനിക്ക് കറക്റ്റ് എക്സാക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയത്തില്ല. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആരുടെങ്കിലും ചോദിക്കാം. ഇന്ന് ചെറിയൊരു മഴക്കോള് കാണുന്നുണ്ട്, പക്ഷേ മഴ പെയ്യില്ല എന്നാണ് തോന്നുന്നത്. മഴ പെയ്യില്ല എന്ന് വിശ്വസിക്കാം. ഇതൊരു ചെറിയ റോഡാണ്. കടക്കിൽ കുറച്ച് വലിയ റോഡാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് നമ്മൾ പോകുന്ന ലൊക്കേഷനിലോട്ട് പിന്നെ കുഞ്ഞു റോഡാണ്. ഇതെന്താ, സ്കൂളാണോ? സ്കൂളാണ്. ഇന്നത്തെ ക്ലൈമറ്റ് കുഴപ്പമില്ല, നമുക്ക് വലിയ ചൂടുമില്ല, എന്നാൽ മഴ പെയ്യുമെന്നുള്ളൊരു ഡൗട്ടും ഉണ്ട്. അങ്ങനെ നിൽക്കുവാണ്. നമുക്ക് വഴിതെറ്റി പോകാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. ഏകദേശം ഒരു ഐഡിയയിൽ അങ്ങ് പോവുകയാണ്, ഇവിടെ എത്തുമെന്നു. കുറേ നാൾ മുന്നേ ഞാൻ പോകണമെന്ന് വിചാരിച്ചിരുന്ന ഒരു ട്രിപ്പാണിത്. വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ലല്ലോ നടക്കുന്നത്. അപ്പോൾ ഇന്നിങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് വിചാരിച്ചു എന്നാൽ പോയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ കറക്റ്റ് ഉച്ച സമയമാണ് ഞാൻ ചെന്ന് കയറുന്നത്. അവിടെ അതിൻ്റെ മുകളിൽ ഇനി വെയിലാണെങ്കിൽ അവിടെ നിന്ന് കരിയേണ്ടി വരും. കുഴപ്പമില്ല, ഒരുപാട് വെയിലൊന്നുമില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള പാറകളിലൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഒന്നെങ്കിൽ രാവിലെ പോകണം, അല്ലെങ്കിൽ ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ പോകണം. അല്ലാതെ ഉച്ചയ്ക്കൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അത്രയും ഒന്നാമത്തെ കാര്യം വെയിലായിരിക്കും. പിന്നെ ഇന്നൊരു തിങ്കളാഴ്ചയാണ്, അതുകൊണ്ട് വലിയ തിരക്കൊന്നും കാണാൻ ചാൻസ് ഇല്ല അവിടെ. ഇനി അവിടെ നിന്ന് താഴ്ന്ന് മിക്കവാറും പാസ് അടിക്കേണ്ടി വരും, എന്നാലേ അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. കാടിനകത്തൂടെ തന്നെ ഒരു 2 കിലോമീറ്റർ ഒരു ഓഫ് റോഡുണ്ട്. അപ്പോൾ ഇപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. കുഴപ്പമില്ല, മാപ്പുണ്ടല്ലോ, നമുക്ക് നോക്കി പോവാം. ഇവിടെ നിന്ന് ഏകദേശം ഒരു 8-9 കിലോമീറ്ററാണ് കാണിക്കുന്നത്. നമുക്ക് പോവാം. ഈ ഭാഗത്ത് എവിടെയോ ഒരു വാട്ടർഫാൾ ഉണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. കന്യാർകായം വാട്ടർഫാൾ എന്നാണ് എൻ്റെ പേര്. എക്സാക്റ്റ് ലൊക്കേഷൻ എനിക്കും അറിയത്തില്ല. ഈ ഭാഗത്ത് എവിടെയാണെന്നേ അറിയാവുള്ളൂ. ഞാൻ പോയിട്ടുണ്ട്, ഒരു പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ വഴി ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കും വലിയ ഐഡിയ ഇല്ല. പക്ഷേ അത് നല്ല അടിപൊളി ഒരു വാട്ടർഫാളാണ് കേട്ടോ. ഭയങ്കര രസമാണ് കാണാൻ. ഒരു കാടിനകത്തൂടെയാണ് പോകാൻ. കാടെന്ന് പറയാൻ പറ്റില്ല, ഒരു 2 സൈഡ് എണ്ണപ്പനയാണ്. നല്ല കിടിലം ലൊക്കേഷനാണ്. നമുക്ക് വണ്ടിയൊക്കെ ഓടിച്ച് പോകാൻ നൈസ് ലൊക്കേഷനാണത്. പിന്നെ റോഡ് ഇങ്ങനെ നീളത്തിന് കിടക്കുമ്പോൾ വണ്ടി ഓടിക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. ഞാൻ ഈ വീഡിയോ തുടങ്ങിയത് നമ്മൾ കടയ്ക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ തുടങ്ങിയത് തന്നെ. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഇങ്ങോട്ട് 10-30 കിലോമീറ്റർ ഉണ്ട്. ഇനി നമുക്ക് വേറെ ഒരു 7 കിലോമീറ്ററിനകത്തൊക്കെ പോകാൻ ഉണ്ടാവുള്ളൂ. കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് ചെന്നിട്ട് റൈറ്റിലോട്ടൊരു വഴിയുണ്ട്, നമുക്ക് അങ്ങോട്ടാണ് പോവാനുള്ളത്. അത് തന്നെ, ഈ വഴിയാണെന്നാണ്. അതെ, ഇത് തന്നെയാണ്. എന്തോ ചന്നപ്പേട്ട റോഡ് എന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. കുഞ്ഞ് റോഡാണ്. ഇങ്ങനെയുള്ള റോഡുകളിൽ പോകുമ്പോഴത്തേക്ക് മാക്സിമം ശ്രദ്ധിച്ച് തന്നെ പോകണം, കാരണം പറയാൻ പറ്റത്തില്ല. ഇത് ബസ് റൂട്ടുള്ള റോഡ് കൂടെയാണ്. പ്രൈവറ്റ് ബസ്സൊക്കെ എപ്പോഴാണ് കയറി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ മാക്സിമം സൂക്ഷിച്ച് തന്നെ പോവാം. സൂക്ഷിച്ച് പോയാൽ നാളെയും വീഡിയോ എടുക്കാൻ ആളുണ്ടാവും. അല്ല, ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാണ്. മഴ പെയ്യല്ലേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. മഴ പെയ്ത എല്ലാ പ്ലാനും പൊളിയും. കാരണം എൻ്റെ കയ്യിൽ റെയിൻകോട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. മഴ പെയ്ത ക്യാമറ വാട്ടർ പ്രൂഫല്ല, അറിയാലോ, അടിച്ചു പോകും. നമുക്ക് ഈ വോയിസിൻ്റെ പ്രശ്നം പരിഹരിക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ഫണ്ട് സെറ്റായതിനു ശേഷം നമുക്ക് ഒരു മൈക്ക് അഡാപ്റ്ററും മേടിക്കാം, എന്നിട്ട് നമുക്ക് വോയിസിൻ്റെ പ്രശ്നം പരിഹരിക്കാം. ഇപ്പോൾ തൽക്കാലം ഈ ഉള്ള സെറ്റപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു റിക്വസ്റ്റാണ്.
ഒരു കുഞ്ഞു പാലം. അയ്യോ, എനിക്കിപ്പോൾ വഴി ഓർമ്മ വന്നു കേട്ടോ. ഇതുവഴിയാണ് അന്ന് ഞാൻ ഇവിടെ പോയത്, വാട്ടർഫാളിൽ പോയത്. ഇതുവഴിയാണ് പോയത്. അടിപൊളി സ്ഥലം കണ്ടപ്പോൾ ഓർമ്മ വന്നു. ആ വാട്ടർഫാളിൻ്റെ പേര് കന്യാർകയം വാട്ടർഫാളാണ്. എനിക്ക് തോന്നുന്നത് ഇതല്ലാതെ വേറെയും വഴി ഉണ്ടെന്നാണ് തോന്നുന്നത്. എനിക്ക് ആക്ച്വലി ഈ വഴിയേ അറിയാമെന്നുള്ളൂ. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് രണ്ട് സൈഡും എണ്ണപ്പനകളാണ് ഇങ്ങനെ. അപ്പോൾ അതിനകത്തൂടെ നമുക്ക് വണ്ടി ഓടിച്ച് ഭയങ്കര രസമുള്ളൊരു ഡ്രൈവാണ് അതിനകത്തൂടെ. ഭയങ്കര വൈബാണ്. അങ്ങനെ കുറച്ച് ദൂരം വഴി തെറ്റാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് സിഗ്നലോ കാര്യങ്ങളോ ഒന്നുമില്ല ഫോണിൽ. അപ്പോൾ മാപ്പിട്ട് പോകാമെന്ന് പറയുന്നത് അതത്ര നല്ലതല്ല. മാപ്പിൽ കാണിക്കുന്ന ലൊക്കേഷൻ എക്സാക്റ്റ് അല്ല. നമുക്ക് അവിടെ ഉള്ള കുറച്ച് ആൾക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കാണ് നമുക്ക് കറക്റ്റ് വഴി പറഞ്ഞു തന്നത്. അയ്യോ, ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായേ. റോഡിൽ കൂടെ ഒരു പാമ്പ് ക്രോസ് ചെയ്ത് പോയി. സംഭവം ഞാൻ ശ്രദ്ധിച്ചില്ല. ഈ റോഡിൻ്റെ കളർ നല്ല ഡാർക്ക് കളറാണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല. ഒരു ചെറിയ പാമ്പാണ്. ഞാൻ വിചാരിച്ചു വണ്ടി കയറി ഇറങ്ങി എന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്തോ ഭാഗ്യം മിക്സായി. ഞാൻ എൻ്റെ രണ്ട് കാലൊക്കെ എടുത്ത് പൊക്കി ഭാഗ്യത്തിന് വീണില്ല. എന്തോ ഭാഗ്യമുണ്ട്. അത് ക്യാമറയിൽ കിട്ടിയത്. ഞാൻ കാരണം ക്യാമറ ഓഫ് ചെയ്ത് വെച്ചേക്കിരുന്നു. നമുക്ക് ഏകദേശം എത്താറായി കാണും. നോക്കാം. ഇനിയിപ്പോൾ ഒരു 4 റോഡ് തിരിയുന്ന ഒരു ജംഗ്ഷനുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് നേരെയാണ് പോകാനുള്ളത്. നേരെ ഒരു 4 കിലോമീറ്റർ 4-4.5 കിലോമീറ്റർ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ലൊക്കേഷൻ എത്തും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് താഴ്ന്ന് പാസ് എടുത്തിട്ട് വേണം അകത്ത് കയറാൻ. എത്രയാണ് പാസ് എന്ന് ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. നമുക്ക് പോവാം, അങ്ങോട്ട് തന്നെ പോവാം. നമ്മൾ ആ പാറയുടെ മുകളിൽ കയറി തിരിച്ചിറങ്ങണത് വരെ മഴ പെയ്തില്ലെങ്കിൽ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഒരു ഐഡിയ ഇല്ല. ഓക്കെ, ഇതാണ് ചണ്ണപ്പേട്ട. അയ്യോ, ഈ ചണ്ണപ്പേട്ട എന്നുള്ള പേര് ഭയങ്കര ഫെമിലിയറാണ്. ചണ്ണപ്പേട്ട എന്നുള്ള പേര് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങോട്ടൊന്നും ഞാൻ അധികം വന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ എനിക്ക് അറിയില്ല വേറെ. നല്ല പേര് ചണ്ണപ്പേട്ട. ഒരു ഗ്രൗണ്ട് കാണാം. അവിടെ ഒരു പാറ കാണാം. എനിക്ക് തോന്നുന്നു നമ്മൾ ആ പാറയിലായിരിക്കും പോകുന്നത്. നല്ല ഗ്രൗണ്ട്. ഭയങ്കര സമാധാനമായ ഒരു റൂട്ട്. വേറെ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, നമുക്ക് കുടുക്കത്ത് പാറയുടെ ബോർഡ് കണ്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ടാണ് പോകാനുള്ളത്. കുടുക്കത്ത് പാറ ലെഫ്റ്റ്. ഓക്കെ, എനിക്ക് തോന്നുന്നു അതായിരിക്കും നമ്മുടെ എൻട്രൻസ്. അങ്ങോട്ടാണ് നമുക്ക് പോകാനുള്ളത്. കുടുക്കത്ത് പാറ എക്കോ ടൂറിസം. ബാക്കി നമ്മൾ ഊഹിച്ച് പൂരിപ്പിച്ചോണം. കുറേ അക്ഷരങ്ങളൊന്നും ഇല്ല, ലെറ്റേഴ്സൊക്കെ കാണാനില്ല. ഓക്കെ, അവിടെ നിന്നായിരിക്കും നമുക്ക് പാസ് എടുക്കേണ്ടത്. എത്രയാണ് ചേട്ടാ? ആ, ഗൂഗിൾ പേ ഇല്ല, ക്യാഷ് മതി. ക്യാഷ് ഇല്ലേ? അയ്യോ. അപ്പോൾ ഗേസ്, ഇതാണ് ഇപ്പോഴത്തെ ടിക്കറ്റ്. 45 രൂപ. ആളിന് 30, പേഴ്സൺ 30, 2 വീലർ 15. ഓക്കെ. അയ്യോ, ഇവിടെ കുറച്ച് നേരം ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്തതാണ്. കാരണം ഇവിടെ വന്നപ്പോഴത്തേക്ക് ഓക്കെ, നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് സംസാരിക്കാം. അയ്യോ, അങ്ങനെ ഇവിടെ എങ്ങനെ പോലെ ഞാൻ ഒരു 10-20-25 മിനിറ്റെങ്കിലും ഞാൻ സ്പെൻഡ് ചെയ്തതാണ്. കാരണം ഞാൻ ഇവിടെ ക്യാഷ് എടുക്കും. സാധാരണ എല്ലായിടത്തും ജി പേ ആണ് എടുക്കാത്തത്, ക്യാഷ് എടുക്കും. ഇവിടെ ക്യാഷ് എടുക്കത്തില്ല, ജി പേ മാത്രമേ ഉള്ളൂ. ഓക്കെ, എൻ്റെ ജി പേയിലാണെങ്കിൽ ഇപ്പോൾ ഫണ്ടില്ല ശരിക്കും പറഞ്ഞാൽ. നമുക്ക് മുകളിലൂടെ ഈ ഫ്രണ്ടിൽ പോകുന്ന ചേട്ടന്മാർക്കും അവരേലും ഗൂഗിൾ പേ ഇല്ലായിരുന്നു, കയ്യിലായിരുന്നു ക്യാഷ്. അങ്ങനെ അവരും കുറച്ച് നേരം അവിടെ നിന്ന് കറങ്ങി. ഓക്കെ,
നമുക്ക് പോവാം എന്തായാലും അങ്ങോട്ട്. വഴി കൊള്ളാം, കുറച്ചൊന്ന് ഓഫ് റോഡാണേ, കുറച്ചൊന്ന് മുകളിലോട്ട് ഓഫ് റോഡ് കയറണം. എനിക്ക് തോന്നുന്നു ഏകദേശം 2 കിലോമീറ്റർ, ഏകദേശം 2 കിലോമീറ്റർ നമുക്കിങ്ങനെ പോകാനുണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് അവിടെ ചെന്നതിന് ശേഷം ഒരു 10-300 സ്റ്റെപ്പ് മുകളിൽ കയറി വേണം നമുക്ക് ആ പാറയുടെ മുകളിലോട്ട് പോകാൻ. ഒമ്പോ ഇവിടെ എത്തുമ്പോൾ കറക്റ്റ് ഒരു കാടിൻ്റെ ആംബിയൻസ്, അടിപൊളി. മദ്യപാനം പുകവലി കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഓക്കെ, നിരോധിച്ചോ, നല്ലതല്ലേ. കുറച്ചൊന്ന് ഓഫ് റോഡാണ്. കയറി മുകളിൽ പോയാൽ എന്ത് കാണാം? പാറ കാണാം. അമ്മേ, ചേട്ടൻ പ്രോ ഡ്രൈവറാണെന്ന് തോന്നുന്നു. കയറി പോണ കണ്ട ആട്ടോയൊക്കെ അടിപൊളി. ചേട്ടൻ കുറച്ചങ്ങോട്ട് മുകളിലോട്ട് പോട്ടെ, എന്നിട്ട് നമുക്ക് കയറാം. ഇല്ലെങ്കിൽ നമ്മൾ വഴിയിൽ വെച്ച് ചിലപ്പോൾ സ്റ്റക്കാവും. അയ്യോ, കാടിൻ്റെ ആംബിയൻസ് ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ. എൻ്റെ മുകളിൽ ഇനി ആ സ്റ്റെപ്പ് കയറുമ്പോഴും ഞാൻ ഇത് തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു. 10-300 സ്റ്റെപ്പ് ഉണ്ടെന്നാണ് കേട്ടത്. കയറാം. 100 സ്റ്റെപ്പല്ലേ ഉള്ളൂ, അതൊക്കെ നമ്മൾ ഈസി ആയിട്ട് കയറും അല്ലേ? അതെ അതെ. അയ്യോ, അയ്യോ, ആട്ടോ അവിടെ കുടുങ്ങി പോവില്ലേ എന്തോ. ഞാൻ അതുകൊണ്ടാണ് ഇതിൻ്റെ ബാക്കിൽ നിന്ന് പോകാത്തത്. എനിക്കറിയാം അവിടെ എവിടെയെങ്കിലും നിർത്തേണ്ടി വരും, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അങ്ങ് നിർത്തിയത്. അതൊന്ന് കയറി പോയതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചത്. ആളുണ്ട് അതിനകത്ത്, കുഴപ്പമില്ല, നമുക്ക് പോയി ഹെൽപ്പ് ചെയ്യേണ്ടി വരില്ല, അത് കയറി പോവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നോക്കാം, നോക്കിയിട്ട് കയറിയില്ലെങ്കിൽ അങ്ങോട്ട് പോവാം. കയറിപ്പോയി. ഇവിടെയാണത് പെട്ടത്. അയ്യോ, എനിക്കെന്തോ ഇപ്പോൾ ഓഫ് റോഡ് പോകാൻ ഭയങ്കര ഇഷ്ടം. മുമ്പ് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നേ, പക്ഷേ ഇപ്പോൾ എന്തോ എനിക്ക് നോർമൽ റോഡിൽ ഇങ്ങനെ പോണേക്കാൾ നല്ലത് ഓഫ് റോഡ് പോകാനാണ് ഇഷ്ടം. പക്ഷെ നമ്മുടെ കയ്യിൽ ഓഫ് റോഡ് വണ്ടികളൊന്നുമില്ല. വനം ഒരു ധനം, വരും തലമുറകൾക്കായി കാത്തു സൂക്ഷിക്കുക. ഉറപ്പായിട്ടും ഞാൻ കാത്തു സൂക്ഷിക്കും. മരത്തിന് എന്ത് പറ്റി? ഓക്കെ, നമുക്കിവിടെ ഇരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല സൗകര്യമാണ് കേട്ടോ, തണലുമുണ്ട്, സുഖമായിട്ട് വന്ന് ഇരിക്കാം. അടിപൊളി.
ആ വണ്ടി നമ്മളവിടെ സേഫായിട്ട് പാർക്ക് ചെയ്ത് ടിക്കറ്റും കാണിച്ചു. നമുക്ക് ധൈര്യമായിട്ട് മുകളിലോട്ട് കയറാം. എന്താവുന്ന ഒരു ഐഡിയ ഇല്ല. ഈ സ്റ്റെപ്പൊക്കെ കയറാൻ പറ്റുമോ നമ്മളെ കൊണ്ട്? അയ്യോ, അതാണ് എല്ലാവരും അവിടേക്ക് വന്നിരുന്നിട്ടങ്ങ് പോണത്. ആരും ഇങ്ങോട്ട് കയറാത്തത്. എനിക്ക് വീഡിയോയിൽ നല്ല രീതിയിൽ കിതപ്പ് കാണും. വേറെ ഒന്നുമല്ല, 100-300 സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ ആരായാലും കിതയ്ക്കും. അയ്യോ, ഇതിന് തിരിച്ചിറങ്ങണമല്ലോ എന്നാലോചിക്കുമ്പോഴാണ്. ആ അവിടെ ഇവിടെ ഒരു ഗുഹയുണ്ട്. കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പോവാം. മഴയാണോ കാറ്റിൻ്റെ സൗണ്ടാണോ അത്? ഞാൻ കുറച്ച് അകത്തോട്ട് മുകളിലോട്ട് കയറിയിട്ട് വ്യൂ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഇവിടുത്തുള്ള വ്യൂ. അതാണ് ഏറ്റവും വലിയ പാറ. ഇതൊന്ന് ആ പാറ വരെ കയറാൻ പറ്റുമായിരിക്കും. അതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമെന്തോ. കിതയ്ക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒന്നും കേൾക്കാൻ പറ്റുന്ന വരില്ല. അപ്പം ഇതിൻ്റെ താഴെ കൂടിയാണ് കയറുന്നത്. ഇതാണ് വ്യൂ. ഒരു രക്ഷയില്ല. നമ്മൾ മുകളിൽ കയറി ഈ വ്യൂ ഒക്കെ കാണുമ്പോഴത്തേക്ക് കയറി വന്ന സ്റ്റെപ്പൊക്കെ മറക്കും ശരിക്കും പറഞ്ഞാൽ. അങ്ങനത്തെ വ്യൂ. ആക്ച്വലി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ 4 ജില്ല എന്തോ കാണാമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അടിപൊളി. ഇതാണ് ആ ഏറ്റവും ടോപ്പിലുള്ള ഏറ്റവും ഉയരമുള്ള പാറ. അതിൻ്റെ മുകളിൽ കയറാൻ പറ്റത്തില്ല. നോക്കും, അവിടെ ഫുള്ള് മലകളാണ്. അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ മലകളാണ്. പക്ഷേ ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഇവിടെ ഒരു ചെറിയ കട പോലെ കാണുന്നത് കടയാണോ എന്താണെന്ന് അറിയാൻ വയ്യ. അതിന് കയറി വരുന്ന ആളുകൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമാണല്ലോ. പക്ഷെ അവിടെ എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും കൊണ്ടുവരണമെങ്കിൽ ഇവിടെ മുകളിൽ കയറി വരുന്നവർക്കൊരു ആശ്വാസമായേനെ. എന്തായാലും ഈ വ്യൂ തന്നെ ധാരാളം. വേറെ എന്ത് വേണം? അടിപൊളി കിട്ടില്ല വ്യൂ. ഈ വ്യൂ കാണാനാണ് നമ്മൾ അവിടെ നിന്ന് ഇത്രയും ദൂരം ഇങ്ങോട്ട് വന്നത്. കുഴപ്പമില്ല, ഇത്രയും ദൂരം വന്നതിനുള്ളത് കാണാനുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറെ പ്രത്യേകിച്ച് ഇവിടെ ഇനി കാണാനായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വരണമെങ്കിൽ ഗൂഗിൾ മാപ്പിലുണ്ട്, ലൊക്കേഷൻ ഉണ്ട്. കുടുക്കുത്തുപാറ നോക്കിയാൽ മതി. കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.